ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. അമോസ് അലക്സാണ്ടറിന്റെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നു അജു ചേട്ടൻ, നായിക താര, ജാഫറിക്ക ആൻഡ് അജയ് ഷാജി. ഡെബ്യൂ ഡയറക്ടറാണ്. അജയ് ഷാജിയുടെ ആദ്യത്തെ സിനിമയാണ് അമോസ് അലക്സാണ്ടർ. ഈ ഒരു ടൈറ്റില് അമോസ് അലക്സാണ്ടർ, ഈ അമോസ് എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ എന്തോ ഒരു ഹെബ്രിസോ അങ്ങനെ എന്തോ ഒരു ഭാഷയെന്നുള്ള ഒരു വാക്കാണ്. ഹിബ്രു യു എന്ന് പറഞ്ഞ തെറ്റി പോയതാണ്. എനിക്ക് ഉറപ്പില്ല. നോക്കണ്ട, ഒരു എച്ച് ഉണ്ട്, അത് മതി. അപ്പോൾ അതിനകത്ത് ബേർഡൻ അല്ലെങ്കിൽ ക്യാരിഡ് ബൈ ഗോഡ് എന്നൊക്കെയാണ് അതിന് അർത്ഥം വരുന്നത്. ബിബ്ലിക്കൽ നെയിം അല്ലേ? ഓക്കെ. അപ്പം ഇതില് അമോസ് അലക്സാണ്ടറായി എത്തുന്നത് ജാഫ്രിക്കയാണ്. എന്താണ് ഇക്കടെ ബേർഡൻ? എന്താണ് ഈ ഒരു പേരിന്റെ ഒരു സംഭവം? ബേർഡൻ എന്ന് പറഞ്ഞാൽ എന്താ? ഭാരം. എന്താണ് താങ്ങി നടക്കുന്നത് ആ ഒരു ഭാരം? അമോസ് അലക്സാണ്ടർ ടീച്ചർ കണ്ടപ്പോൾ നമുക്ക് അങ്ങനെ അത് പറയാൻ പറ്റൂല. കുറെ താങ്ങിയതിന്റെ ശിക്ഷ അനുഭവിച്ച പറയാൻ പറ്റില്ല. എന്നാൽ അമോസ് താങ്ങുന്ന ഭാരം എന്താണ്? അല്ല, അതന്നെ കഥയിൽ അത് നമുക്ക് ആ ഭാരമാണ് സിനിമ കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഇതിന്റെ ടീസർ കണ്ടപ്പോൾ നമ്മള് ഇതൊരു ഹൊറർ മൂവിയാണോ? അത് കുറെ ആർട്ടിക്കിൾ ഞാൻ വായിച്ചപ്പോൾ ചിലർ എഴുതിയിരിക്കുന്നു ഹൊറർ മൂവിയാണ്, ചിലർ എഴുതിയിരിക്കുന്നു ത്രില്ലർ മൂവിയാണ്. അപ്പം എന്താണ് എക്സാക്ട്ലി പടത്തിന്റെ ഒരു ജോണർ? ത്രില്ലറാണ്. ത്രില്ലർ മൂവിയാണ്. ഒരു റിവെഞ്ച് ഒക്കെ വരും. അത് രസകരമായി പോർട്രേ ചെയ്തിട്ടുണ്ട്. അതിനെ കുറിച്ച് ഡയറക്ടർ പറയട്ടെ എത്ര പറയാമെന്നുള്ളത്. യെസ്. അപ്പം അവര് ഇവിടെ കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ത്രില്ലേഴ്സ് ബേസിക്കലി നമുക്ക് അധികം പറയാൻ പറ്റില്ല. ത്രില്ലർ പടമാണല്ലോ. ഇപ്പം ആദ്യത്തെ സിനിമ തന്നെ ഒരു ക്രൈം ത്രില്ലർ കൊണ്ടാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ക്രൈം, ഇപ്പം ഒരു ലൈറ്റ് ഹാർട്ടഡ് സിനിമയൊക്കെ ആണെങ്കിൽ പ്രേക്ഷകർ വന്നിരുന്നങ്ങ് കണ്ട് ചിരിച്ച് രസിച്ച് പോകും. പക്ഷേ ക്രൈം ത്രില്ലേഴ്സ് ഒക്കെ വരുമ്പോൾ ഭയങ്കര സ്ക്രൂട്ടനൈസ് ചെയ്ത് കാണും, പ്രത്യേകിച്ച് മലയാളി ഓഡിയൻസ്. അപ്പം എന്തുകൊണ്ടാണ് ആദ്യത്തെ പടം തന്നെ ഈ ഒരു ജോണർ സെലക്ട് ചെയ്തത്? അങ്ങനെ കുറേ ജോണറിൽ നിന്നും ഒരു ജോണർ എടുത്തതല്ല. ഇപ്പം നമ്മുടെ ഒരു മൂവി ഇഷ്ടങ്ങൾ ഉണ്ടാവുമല്ലോ, കൂടുതൽ നമ്മൾ കാണുന്നത്, റെഫർ ചെയ്യണത്, അങ്ങനെയൊക്കെ ഇഷ്ടം ആ ഒരു ജോണർ ആയത് കാരണം കൂടിയാണ് ആമോസ് ഒരു ത്രില്ലർ സബ്ജക്റ്റ് ആദ്യം ചെയ്യാനുള്ളൊരു കാരണം. അപ്പം അതുകൊണ്ടാണ് ബേസിക്കലി ത്രില്ലർ സെലക്ട് ചെയ്തത്. മലയാളത്തിൽ അജയ് ചേട്ടന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 3 ത്രില്ലർ സിനിമകൾ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും? എന്താ 3 ഇത്തിരി കട്ട് ചെയ്ത് പോയില്ലേ? നമുക്ക് ഒരെണ്ണം പറയാം. യുവർ മോസ്റ്റ് ഫേവറേറ്റ്, ഏറ്റവും കൂടുതൽ റീവാച്ച് ചെയ്തിട്ടുള്ള. സെയിം ചോദ്യം ഇച്ചിരി കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതിയല്ലേ. ഹൊറർ മൂവിയാണ്. ത്രില്ലർ പടം ഇഷ്ടമുള്ള ഒരു ത്രില്ലർ പടം. ഇപ്പൊ ത്രില്ലർ ആയതുകൊണ്ട് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കുറെ ത്രില്ലർ പടമൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ. മറ്റേ കൊല്ലും കൊലയൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം വേറെ പടം ഇറങ്ങിയില്ലേ? സിനിമ കാണാത്ത ആളോടാ നമ്മള് ചാനലിൽ കൂടെ ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ. ഉണ്ണി മുന്തൻ സാറിന്റെ ഒരു പടം ഇറങ്ങി, മാർക്കോ. അയ്യോ, അത് പറയരുത്. ഞാൻ അറിയാതെ ഒരു സാധനം പറഞ്ഞതിന് എന്തൊക്കെ ഞാൻ അനുഭവിക്കണമെന്ന് പറയും. അപ്പോൾ ആ മാർക്കോ ഒക്കെ ഇപ്പം ഇറങ്ങിയത്. പക്ഷെ എനിക്ക് ഈ നമ്മുടെ ഇപ്പോഴത്തെ രീതിയിലല്ലാതെ ഒരു ഈ ത്രില്ലർ മൂവി ഇറങ്ങിയായിരുന്നു എന്ന് പറയട്ടെ. അത് ത്രില്ലറാണോ? എനിക്ക് അതിന് ത്രില്ലറിൻ്റെ ഞാൻ പറയുമ്പോൾ ത്രില്ലറാണെന്ന് തോന്നുമായിരിക്കും. ഈ രാക്ഷസ രാജാവ് എന്ന് പറഞ്ഞൊരു പടമില്ലേ, മമ്മൂക്കാണ്. അതെങ്ങനെയുണ്ട്? അത് കലാഭവനി ഒരു 5 പേരെ ഒരു സാധനം. അത് ആറ്റുവ കൊലപാതക കേസ് ത്രില്ലറാണ്. അത് ത്രില്ലറല്ല, പടം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. ആ പടം വേറെ റൂട്ടിൽ കൂടെ പോയിട്ട് നല്ല രീതിയിൽ കൂടെ പടം പോണേ. ഒരു ഇത് എന്തോ ഒരു വിദ്യാലയം നടത്തുന്ന എന്തോ മമ്മൂക്ക, ദിലീപ് ഏട്ടനൊക്കെ ഉള്ള പടം ഇങ്ങനെ പോവുക. പടം നല്ല രസകരമായിട്ട് പോകുമ്പോഴാണ് പെട്ടെന്നൊരു വല്ലാത്തൊരു സംഭവത്തിലേക്ക് കയറി. പിന്നെ പടം മാറി നമ്മളൊക്കെ പേടിച്ചു പോകുന്നൊരു സംഭവമായി. എനിക്കത് വലിയ കാര്യമില്ല. അന്നത്തെ ആയത് വെച്ചിട്ട് ഇപ്പോഴത്തെ ത്രില്ലറും എനിക്കറിയില്ല. എനിക്കത് ഇഷ്ടമാണ്. എനിക്ക് ഉത്തരം ഉത്തരം സിനിമയിൽ ത്രില്ലറുള്ളൂ. ഉത്തരം ഉത്തരം തണുത്ത വെളുപ്പം കാലത്ത്. ഉത്തരം എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല അത് പറയുന്നു.
അതിനൊരു ഉത്തരം കണ്ടെത്താൻ വേണ്ടി ഇരിക്കുക കിട്ടി. ഡയറക്ടർ ഉത്തരം ആ കണ്ടെത്തി. ഉണ്ട്, ഞാൻ അതിന്റെ പേരിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. അതിങ്ങനെ കുറേ നേരം ഏതെങ്കിലും ഞാൻ പറയാം, നമ്മുടെ ഭർഗൂചനൊക്കെ അഭിനയിച്ചിട്ട് ഇതാന്നേ അടുത്ത് ഞാൻ ഒരെണ്ണം കണ്ടു. അല്ല അല്ല 11 തിരശ്ശീല 11 തമിഴാ ഇത് തമിഴ് തെലുങ്ക് അയ്യപ്പൻ ഡബിളിസ്റ്റ്. നല്ല ത്രില്ലറാണ്. മലയാളത്തിൽ ജനജാനെ കൊല്ലുന്നു. ഞാൻ അത് എൻജോയ് ചെയ്തു. ഇല്ല അദ്ദേഹം പറഞ്ഞാൽ വളരെ നമുക്ക് കണ്ടുപിടിക്കാം. അതൊരു ടാസ്ക് ആയിക്കോട്ടെ. ഞാൻ പറയാം, ഞാൻ കഥാപാത്രത്തെ പറയാം. പുള്ളി ആലോചിച്ചിട്ടുണ്ട്. അയ്യപ്പൻ തബലിസ്റ്റ് ജനയ ചേച്ചി. അതെ, ക്ലാസിക് പടമാണ്. ഓക്കെ. ഇപ്പം മൊത്തം അമോസ് അലക്സാണ്ടർ ആയിരിക്കും തലയിൽ. അതാണ് ആ യവനികയിലേക്ക് എത്താൻ. ഇതെന്ന് നമ്മൾ ആ റിലീസ് നമുക്കൊക്കെ പല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ. എവനീക ഒരു എക്സെപ്ഷണൽ ത്രില്ലറായിട്ട് തോന്നിയിട്ടുണ്ട്. കുറെ ബഡ്ജറ്റ് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് ത്രില്ലർ ഒന്നും ഉദ്ദേശിക്കുന്നത്. കഥയാണ് അവിടുത്തെ. കഥയും അതിന്റെ റൂട്ടും നറേറ്റ് ചെയ്തിട്ടുള്ള രീതി, കൂടി ജോർജ് സാറിന്റെ അങ്ങനെ കുറെ പടങ്ങളുണ്ട്. കുറെ ത്രില്ലേഴ്സ് ആയി ഗൈസ്. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണാം. ദൃശ്യം. ഓ യെസ് യെസ്. ആ ദൃശ്യം. പിന്നെ പഴയ പടം എന്ന് പറയുമ്പോൾ ലേഖയുടെ മരുന്ന് ഒരു ഫ്ലാഷ് ബാക്ക് നമ്മൾ അങ്ങോട്ട് പോയി അല്ലേ? അതെ അതെ അതെ. ഈ ത്രില്ലർ ജോണർ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ റീസെന്റ് ക്രൈം ഫയൽസ്, കേരള ക്രൈം ഫയൽസിൽ വന്ന നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ത്രില്ലർ ആണല്ലോ അല്ലേ? പിന്നെ വൺ ഓഫ് ദ ഫേവറേറ്റ് ത്രില്ലറാണ് കേരള ക്രൈം ഫയൽസ്. അപ്പം അതില് ഒരു പോലീസ് ഓഫീസറായിട്ട് വന്ന ചേട്ടൻ എന്താ പറയാ, വേറെ ഷെയ്ഡ് ഓഫ് വ്യൂ നമ്മൾ കണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊരു ത്രില്ലർ ആണ് എന്നപ്പോ അത് ചേട്ടൻ ഇപ്പൊ നമ്മൾ ആദ്യം ലിങ്ക് ചെയ്യുന്നത് പോലീസ് ഓഫീസറായിട്ടാണ്. കാരണം പോലീസ് സ്റ്റേഷനുകൾ പ്രൂവ് ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ ഇതില് ജേർണലിസ്റ്റ് ആയിട്ടാണ് അല്ലേ? ജേർണലിസ്റ്റ് ആണ്. ടെൽ മീ അബൌട്ട് യുവർ ക്യാരക്ടർ ചേട്ടാ പ്ലീസ്. ഞങ്ങള് ലിവിങ് റിലേഷനിലുള്ള ഒരു കപ്പിളാണ്. ഞാൻ ക്യാമറമാൻ, ഇദ്ദേഹമാണ് ജേർണലിസ്റ്റ്. ക്രൈം ആണ് ഞങ്ങളുടെ ഒരു ഏരിയ. ക്രൈം റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് ന്യൂസ് ചാനൽസിൽ കാണില്ലേ, അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് സംബന്ധിച്ച് പോകുന്ന ഒരു യാത്രയിൽ സംഭവിക്കുന്ന കഥയാണിത്. ഞങ്ങളുടെ ഈ പറഞ്ഞ ഇന്നത്തെ കാലഘട്ടത്തിൽ വിവാഹം താല്പര്യപ്പെടുന്നില്ല മിക്ക കപ്പിൾസും. കുറച്ച് അവരൊന്ന് ലിവ് ചെയ്ത് നോക്കിയിട്ടല്ലേ മിക്കവരും ആ ചോയ്സിലോട്ട് പോവാണ്. അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ്. വളരെ നല്ല ഒരു സോങ് ഇറങ്ങിയിരുന്നു, കണ്ടിരുന്നു. സോ അതൊരു നല്ല ഹെൽത്തി ആയിട്ട് പോകുന്ന നല്ലൊരു റിലേഷനാണ്. ആ പാട്ടിന് ഒരു ഡിഫറെന്റ് ടച്ച് ഉണ്ട്. ഒരുപാട് പേര് പറയുന്നുണ്ട് എവിടെയോ ഉദിത് നാരായണൻ സോങ്സിന്റെ ഒക്കെ ഒരു ഭംഗിയുണ്ട് ആ പാട്ടിന് കേൾക്കാൻ എന്നൊരു ഫ്രഷ് ഫീല്. അപ്പം ഒരു ക്രൈം ത്രില്ലറിന്റെ ഇടയിൽ അങ്ങനെ ഒരു സോങ് കൊണ്ടുവരുന്നതും ഭയങ്കര രസമായിട്ടുള്ള കാര്യമാണ്. ആൻഡ് ആ പാട്ട് കണ്ടപ്പോൾ പ്രേക്ഷകർ അതേപോലെ പറഞ്ഞ മറ്റൊരു കാര്യമാണ് റൊമാൻറ്റിക് ആയിട്ടുള്ള അജിത് ചേട്ടനെ നമുക്ക് തിരിച്ചു കിട്ടി എന്നുള്ള കാര്യം. കൂടെ അഭിനയിച്ചപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു കെമിസ്ട്രി താര? ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അങ്ങനെ ഒരു ഇപ്പോൾ അജിത് ചേട്ടൻ ഇത്രയും വർഷങ്ങളായിട്ട് സിനിമയിലേക്ക് നിൽക്കുന്ന ആ ഒരു ഡിസ്റ്റൻസോ നമ്മളെ ഭയങ്കര ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ വളരെ കംഫർട്ടബിൾ ആക്കി. ഞാൻ ആ ജോണറിലൊട്ടും കംഫർട്ടബിളോ പരിചയം ഉള്ള ആളല്ല. റൊമാൻറ്റിക് നമുക്കത് കിട്ടിയിട്ടില്ലല്ലോ. അപ്പം നാച്ചുറലി അത് തിരിച്ചും അതേ തന്നെ തന്നാലേ നമുക്കും, അല്ലെങ്കിൽ നമ്മൾ ക്യാമറയുടെ മുന്നിൽ നിന്ന് നമുക്ക് ഒരു കാര്യം ഇനാക്ട് ചെയ്യുവാണല്ലോ. അപ്പം അതൊരു മ്യൂച്വൽ കംഫർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തില്ലെങ്കിൽ അത് എടുത്തു നിൽക്കും വൃത്തികേട്. അത് നന്നായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ക്യാമറ ചെയ്ത ആളുടെയും ക്രൂവിൻ്റെയും എൻ്റെ കൂടെയും അല്ലെങ്കിൽ തിരിച്ചും അത് മ്യൂച്വൽ ആണ്. ഇറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ സോങ്. എനിക്ക് പാട്ട് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ മ്യൂസിക് ഡയറക്ടറിന്റെ പേര് ഭയങ്കര രസം, മിനി ബോയ്. മിനി ബോയ് ശരിക്കുള്ള പേര് എങ്ങനെയാണോ അതോ പ്രവീണിന്റെ പേര് ഞാൻ എന്നെ പക്ഷേ മിനി ബോയ്, പക്ഷെ ഭയങ്കര നല്ല കമ്പോസിഷൻ. അത് അതെ നല്ല പാട്ടാണ്. ഒരു ഫ്രഷ്നെസ് ഉണ്ട്. സിംഗറിന്റെ പേര് ഷിനോ. ഫസ്റ്റ് സോങ് ആ പുള്ളിയുടെ. അതെ, പുള്ളി ട്രാക്ക് പാടിയതാ. അത് ശരി. ട്രാക്ക് പാടി ട്രാക്ക് പാടിയതാണ്. പ്രൊഡ്യൂസർക്ക് ഭയങ്കര ഇഷ്ടമായി, എനിക്കിഷ്ടമായി. അതെ, ആദ്യം നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് അയ്യോ ഇതെന്താന്ന് തോന്നും. പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് കേട്ട് കഴിയുമ്പം നമ്മൾ ആ വോയിസിൽ ശരിയാണ് ഈ പറഞ്ഞ വ്യക്തിയുടെ ഒരു ഛായ ഉണ്ട്. പക്ഷെ അതിൽ നിന്ന് മാറി പുള്ളിക്കായിട്ടൊരു യുണീക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. കമന്റ്സ് കണ്ടപ്പോഴേ എനിക്കത് മനസ്സിലായി. പ്രേക്ഷകർ എത്ര ആ സോങ് ഇഷ്ടപ്പെടുന്നു. അധികം ഭയങ്കര വൈറലൊന്നും ആയിട്ടില്ല. ബിക്കോസ് നാച്ചുറലി ഒരു സ്റ്റാർ നിബിഡമായ ഒരു സോങ് അല്ല. പക്ഷെ കണ്ടേക്കുന്ന അത്രയും ഓർഗാനിക് റിയൽ വ്യൂസ് ആണ്. കാര്യം അത് നമുക്കറിയാം, നമ്മളതിൽ ബോട്ട് ചെയ്തിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല.
അല്ല അത് കേൾക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, അതാണ് അതിന്റെ ഒരു ഭംഗി. ഇപ്പം നേരത്തെ പറഞ്ഞു ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള അജിച്ചേട്ടന്റെ ഓപ്പോസിറ്റ് ആണ് അഭിനയിച്ചത്. അപ്പം അതുപോലൊരു റോള് ഷോൾഡർ ചെയ്യാൻ കിട്ടിയത് ഐ തിങ്ക് ഇതേപോലെ ഒരു മെയിൻ സ്ട്രീമിലെ നായിക കഥാപാത്രത്തിൽ താരം എത്തുന്നത് ഫസ്റ്റ് ടൈം ആണെന്ന്. എങ്ങനെ ഉണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ് ആൻഡ് എങ്ങനെയാണ് അമോസ് അലക്സാണ്ടർ ലാൻഡ് ചെയ്തത്? ആമോസ് അലക്സാണ്ടറിൽ ലാൻഡ് ചെയ്യുന്നത് അജയ് ചേട്ടനെ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 12 വർഷം മുന്നേ ഞാൻ സിനിമ ചെയ്യാൻ ആഗ്രഹിച്ച് തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് അജയ് ചേട്ടനെ അറിയാം. സോ അന്ന് ഞാൻ ഇതുപോലെ എന്തെങ്കിലും ഒരു പടം ചെയ്യുമ്പോൾ എന്നെ ഓർക്കണം എന്ന് പറഞ്ഞത് പുള്ളി ഓർത്തു എന്നെ വിളിക്കുകയാണ് ചെയ്തത്. സോ ഒബ്വിയസ്ലി അത് പറഞ്ഞ ഉടനെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. കാര്യം നമുക്കൊരു സിനിമ ചെയ്യാമെന്ന് കിട്ടുന്നത് ഒരു വളരെ വലിയൊരു കാര്യമാണ്. പക്ഷെ നമ്മളിത് ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത് 2022-ലാണ് ഫസ്റ്റ് ഒരു കുറച്ച് ഭാഗം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ബ്രേക്ക് വന്നു. അതിനുശേഷമാണ് ഇതുപോലുള്ള വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ മൂവിയിലോട്ട് വന്നത്. അതെ ശരി. സോ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു ഫുൾ ഫ്ലെഡ്ജ് ചെയ്യുന്നത് ഇത്രയും പേരുടെ കൂടെയും നല്ലൊരു ക്രൂവിൻ്റെ കൂടെയും ആയത് ഞാൻ ഭാഗ്യമായിട്ട് തന്നെയാണ് കാണുന്നത്. ഒരുപാട് മോഡലിംഗ് ആഡ്സിലും അതുപോലെ തന്നെ ബിൽ ബോർഡ്സിലൊക്കെ കണ്ട് ഭയങ്കര പരിചയമുള്ള മുഖമാണ് താരയുടേത്. അപ്പം ഹൗ വാസ് ഇറ്റ് മോഡലിംഗ് ഇൻഡസ്ട്രിയിൽ നിന്നും ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ? മോഡലിംഗ് ഇൻഡസ്ട്രിയിൽ നിന്നല്ല വന്നത്, സിനിമ തന്നെയായിരുന്നു. പക്ഷേ സിനിമ കിട്ടാണ്ടിരിക്കുമ്പോൾ സർവൈവ് ചെയ്യണമെങ്കിൽ എനിക്ക് അഡ്വർടൈസ്മെന്റ്സിലൂടെ തന്നെയാണ് ഞാൻ സർവൈവ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഒരു ഫോർ സർവൈവൽ ആക്കിയാ വെച്ചിരിക്കുന്നത്. പക്ഷെ സിനിമയ്ക്ക് വേണ്ടി തന്നെയാണ് ഇത്രയും വർഷം. എന്റെ ചോദ്യം കറക്റ്റ് ആയിരുന്നു. ഫൈനലി ലാൻഡഡ് ഇൻ ദ റൈറ്റ് പ്ലേസ്. ഓക്കെ. ടീച്ചർ കണ്ടപ്പം പ്രേക്ഷകരൊക്കെ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ളത് ജാഫ്രിക്കയുടെ റോൾ എന്താണ് പരിപാടികൾ എന്നൊക്കെ അറിയാനായിട്ട്. റോളിനെ പറ്റിയിട്ട് കാര്യമായിട്ട് ഒന്നും പറയാൻ പറ്റില്ല. ജാഫ്രിക്ക അമോസ് അലക്സാണ്ടർ ഒരു കാരണം പാവമാണെന്ന് മട്ടും പാവം കണ്ടപ്പോ നമുക്ക് അങ്ങനെയെങ്കിലും തോന്നിയിട്ടില്ല ചേട്ടാ? എന്തായാലും ചിരിയാന്ന് അതിനകത്തൊരു ഷ്രൂഡായിട്ടുള്ള ഒരു ചിരി, ഇച്ചിരി ക്രൂവൽ ചിരിയാണ്. ചിരിയുടെ നല്ല ഈ കൊച്ചിനെ കണ്ട് നോക്കിയിട്ടായിരിക്കും ഇങ്ങനെ അല്ല അത്രയും ചിരിയുള്ളൂ. സെമിനാരി വിടേണ്ട സിനിമ പാവം ആ ചിരി കണ്ടല്ലേ, സെമിനാരി വിടാൻ തോന്നുന്നു. ആ ചിരി കണ്ടാൽ നമുക്കത് തോന്നുന്നു. കുഴപ്പമില്ല. അത് സിനിമ കാണുമ്പോഴത്തേക്കും എനിക്കതിനെക്കുറിച്ച് പറയാൻ അറിയത്തില്ല കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറയാം. അതിൻ്റെ ആധികാരികമായിട്ടുള്ള സംഭവമൊക്കെ ഇപ്പം തന്നെ പറഞ്ഞ് ലിബ്രു ഹോബു എന്നും കണ്ട് എടുത്ത പേരെന്ന് എവിടുന്ന എനിക്ക് അറിയത്തില്ല ഇത് എവിടെ നിന്ന് എടുത്താൽ എന്താണെന്ന്. അപ്പം ആധികാരികത അദ്ദേഹത്തിന് അറിയാം. പിന്നെ കഥ മൊത്തം വായിച്ച അദ്ദേഹത്തിന് കുറച്ചൊക്കെ അറിയാം. അല്ല, അപ്പൊ ജാഫ്രിക്ക ഒരു സിനിമ സെലക്ട് ചെയ്യുമ്പോൾ അത് ഫുൾ വായിച്ച് പഠിച്ച് ക്യാരക്ടറെ മനസ്സിലാക്കി എങ്ങനെയാണ് ജാഫ്രിക്കയുടെ ഒരു അപ്രോച്ച്? ഇത്രയും കിടിലമായിട്ടാണ് ഇപ്പോഴുള്ള ഓരോ റോളും പെർഫോം ചെയ്ത് വെക്കുന്നത്. ജാഫ്രിക്കയുടെ ഒരു അപ്രോച്ച് എങ്ങനെയാണ് ഓരോ ക്യാരക്ടേഴ്സ് വരുമ്പോഴും? ഞാൻ ഈ കഥ മൊത്തം കേട്ടായിരുന്നു. വല്ലതും പറ. ജാഫ്രിക്ക ഒരു ഔട്ട്ലൈൻ കേട്ട് പുള്ളിയുടെ ക്യാരക്ടറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ട് അങ്ങനെ ഞാൻ ഇത്രയും സിനിമ ചെയ്തിട്ടുള്ളതിൽ ഞാൻ അങ്ങനെ ഫുൾ കഥയൊന്നും ഒത്തിരി കേട്ടു. ആണോ? അപ്പൊ എങ്ങനെ ഒരു ക്യാരക്ടറൊക്കെ മനസ്സിലാക്കുന്നത്? എങ്ങനെ ഇത്ര നന്നായി പെർഫോം ചെയ്ത് വെക്കുന്നത്? നമ്മളെ കാര്യം ചോദിക്കും, നമ്മുടെ കാര്യം ചോദിച്ച് മനസ്സിലാക്കും. അല്ലാതെ ഒരു കഥ കേട്ടായിട്ട് എനിക്ക് ഫുൾ കഥയൊന്നും വരുന്ന കേട്ടായിട്ട് എനിക്ക് ഏതോ 1-2 പടത്തിൻ്റെ ഇങ്ങനെ ഒരു പടം ഫുള്ള് കേൾക്കാന്ന് കരുതി ഒരു ലേഡി ഒരു കൊച്ചും ഒരു പുള്ളിക്കാരനൊക്കെ ആയിട്ടാണ് വന്നത്. കഥ കേട്ട് കഥ പോയി, കഥ വേറെ ഒക്കെ ആയി, കഥ ഒരിടത്തും എത്താത്തായി. അതിനിടയ്ക്ക് കൊച്ചു കരച്ചിലൊക്കെ ആയിട്ട് അത് പുള്ളി കേട്ടാക്കാൻ അവതരിച്ച് അകലേന്ന് വന്നവരാ. അപ്പൊ അതൊന്ന് കേട്ടാക്കാന്ന് കരുതിയിരുന്നപ്പോഴത്തേക്കും അത് അങ്ങനെയായിപ്പോയി. കഥയൊക്കെ റൂട്ടൊക്കെ എങ്ങോട്ട് പോയി, കൊച്ചു കിടന്ന് ഭയങ്കര കരച്ചിലും. അപ്പൊ എന്നാൽ ശരിയെന്നും പറഞ്ഞ് അങ്ങനെ ഒത്തിരി അങ്ങ് കേൾക്കായിരുന്നു. ഉള്ള കാര്യം പറയാനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഹീറോയിസം കളിക്കുന്ന നമ്മൾ ഈ ഹീറോ ഇപ്പോൾ ഒരു ഹീറോ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഒരു 50-55-60 വയസ്സുള്ള ഒരാളുടെ സെൻട്രൽ ക്യാരക്ടർ എന്നൊക്കെയാണ് അതിന് പേര്. ഒരു ഹീറോ അല്ല ഒരു ഹീറോ എന്ന് പറയുമ്പോൾ എന്നാ ഹീറോച്ചന്മാരില്ലേ, ചെറുപ്പക്കാരായിട്ടുള്ള ചെമ്മാശന്മാരെന്ന് പറയുന്നത് ആണല്ലേ ആ ഹീറോച്ചന്മാർ. അത് നമ്മളെ ഇപ്പോഴത്തെ നായകന്മാരെല്ലാം ഉണ്ടല്ലോ, അവരൊക്കെ കഥ കേൾക്കണം. അതിന് ഉത്തരവാദിത്വം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ സിനിമയ്ക്ക് വല്ല പറ്റുമോ, സിനിമ വല്ല വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അവര് സമാനം പറയേണ്ടൊക്കെ ആയിട്ട് വരുന്ന ഒരു ആൾക്കാരില്ലേ ഇപ്പൊ ഹീറോ എന്നൊക്കെ പറയും. ബേസിക്കലി ഒരു സ്റ്റാറിനെ കണ്ട് തിയേറ്ററിൽ വരുമ്പോൾ അങ്ങനെ ആ പടത്തിനൊക്കെ അവര് കൃത്യമായിട്ട് കഥ കേൾക്കണം.
പക്ഷെ ഒരു കാര്യമുണ്ട്, ഇക്ക ഒരു സിനിമ ഇപ്പം ഫോർ എക്സാമ്പിൾ ജാക്സൺ ബസാർ യൂത്ത് എടുത്തോ, അതിനകത്ത് എല്ലാരേക്കാളും ഒരു ലൈം ലൈറ്റ് സ്റ്റീലർ ഇക്ക അങ്ങ് ആവും. അത് കഥ കേൾക്കാണ്ട് അത്രയും പെർഫോമൻസ് ചെയ്യുന്നുവെങ്കിൽ അത് നമ്മളൊരു കയ്യടി. സത്യമായിട്ട് ചിരിച്ചൊക്കെ കേൾക്കും, കുറച്ചൊക്കെ കേൾക്കുള്ളൂ. അത് സത്യമായിട്ടും പറയാം. അതുപോലെ നീ ഫോണിൽ എത്ര ഇപ്പം ഒരു 3-4 കഥ അടിച്ചാലും ഞാൻ വായിച്ചു. ഞാൻ ഇതുണ്ടാന്ന് പറയും, നേരിട്ടുള്ള ഒരു ഇത് മതി. അല്ലെങ്കിൽ ഫോണിൽ കൂടെ ഒന്ന് വിളിച്ച് സംസാരിക്കൂലേ, അങ്ങനെയൊക്കെ ചോദിക്കുള്ളൂ, കാര്യം പറയാം. ഓരോ ഷോട്ടിന് മുന്നേയും ഡയറക്ടറോട് ഇന്ററാക്ട് ചെയ്ത് അതാണ് റിഹേഴ്സൽസ് എടുത്ത് ഡയറക്ടർ എന്താണോ പറയണേ, ഇത്രയും സീനിയർ ആക്ടറായിട്ടും എല്ലാവരും ചെയ്യുന്ന പോലെ, പക്ഷെ അത് ഡയറക്ടർ അജയ് എന്താണോ ഇൻവിഷൻ ചെയ്തേക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാന്ന് മാത്രമേ. ഞാൻ ഒരിടത്ത് മാത്രമല്ല, എല്ലായിടത്തും അങ്ങനെ പറയുന്നത്. ഞാൻ വരുന്ന കേൾക്കുന്ന ഇപ്പം ഇദ്ദേഹത്തിനോട് പറയുന്നുണ്ട്, ഞാൻ ചോദിക്കണ എനിക്ക് പറഞ്ഞു തന്നെ അത് പറ്റുമോ? അത് ശരിക്കും അങ്ങനെ പറയാൻ കൊള്ളിയല്ല. കാര്യം വെച്ച് ഞാനിപ്പം ഒരു മരം പണിയുന്ന ഒരാളെ വിളിച്ച് ഇതുണ്ടാക്കുക, കസേര ഉണ്ടാക്കുകയാണെങ്കിൽ പുള്ളി നമ്മളോട് ഒന്ന് ചോദിക്കാനല്ലോ, ഇതിൻ്റെ കാലം അങ്ങനെ പിടിപ്പിച്ചാൽ മതിയോ, ഈ പറയും ഇങ്ങനെ പിടിപ്പിച്ചാൽ മതിയോ എന്ന് ചോദിക്കാൻ കൊള്ളിയല്ലോ. പണി അറിയാവുന്ന ആളല്ലേ. ഞാൻ എൻ്റെ ഇപ്പോഴും പറയാം, ഞാനിപ്പം കേട്ടുള്ള ഒത്തിരി പേര് കേൾക്കുന്നതല്ലേ ഇതൊക്കെ, അങ്ങനെ അനുഭവമുള്ളവർ പറയും ആ പുള്ളി പറഞ്ഞ കറക്റ്റാന്നാ പറയുള്ളൂ. കാര്യം ഇദ്ദേഹത്തോട് ഞാൻ പറയും, ഞാൻ വന്ന് ഇടയ്ക്ക് സംശയം ചോദിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ഷോട്ടിന് മുമ്പ് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് സാറേ ചെയ്യേണ്ടത്, സാറിൻ്റെ മനസ്സിൽ എങ്ങനെയാണ് ഇരിക്കുന്നത്, അത് ചോദിച്ചു മനസ്സിലാവും. അത്രേ ഉള്ളൂ. അത് ഞാൻ കൃത്യമായിട്ട് ഇക്കയുടെ ഒരു 2007 തൊട്ടിട്ടാണ് എൻ്റെ ഓർമ്മയിൽ ഇക്കയുടെ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മൾ ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഒരു ഭീകര ട്രാൻസ്ഫോർമേഷൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പീക്കിലേക്ക് കയറുന്നതാണ് കണ്ടത് ആ ഒരു കരിയർ ഗ്രാഫ്. ഇതിൽ ഏത് ഡയറക്ടർ അല്ലെങ്കിൽ ഏത് ആർട്ടിസ്റ്റ്, ഏത് സിനിമയാണ് ഒരു മൈൽ സ്റ്റോൺ ആയി നിന്നിട്ടുള്ളത്? മൈൽ സ്റ്റോൺ എന്ന് പറയുമ്പോൾ നാഴികക്കല്ല്. യെസ്, അതെ. എനിക്ക് ഗുണപ്പെട്ടത് അതെ, അങ്ങനെയാണ്. ആ ഒരു ചേഞ്ചിന് കാരണമായി അത് നിസ്സാരമായിട്ട് പറയാന്നുള്ളൂ, അത് മനസ്സിൽ കിടക്കുകയല്ലേ. അതിന് ഇപ്പൊ ഏതാണ്ട് എനിക്ക് ഇപ്പൊ അടിച്ചു നോക്കിയാൽ എന്റെ വിക്കിപീഡിയയിലൊക്കെ ഇല്ലേ, നമ്മുടെ സിനിമയുടെ എണ്ണം നോക്കി അറിയാൻ പറ്റും. 350 കഴിഞ്ഞാണ് ഇല്ലേ. അപ്പൊ എന്റെ ആദ്യത്തെ പടം റിലീസായില്ല. ഓക്കെ ചാക്കോ കൊച്ചിൻ മുംബൈ അതിന്റെ ഒരു അനീഷ് പണിക്കർ എന്നാണ് ഡയറക്ടറുടെ പേര്. ഇപ്പൊ അടുത്തൊരു ചെറിയൊരു സിനിമയൊക്കെ ആയിട്ട് പുള്ളിയുണ്ട്. അത് 2002 അവിടെ നിന്ന് കുറെ അതിന് മുമ്പ് സീരിയലായിരുന്നു. സീരിയലിൽ 10-30 സീരിയലെങ്കിലും ചെയ്തിട്ടുണ്ട്. കോമഡി സീരിയലും സീരിയസ് ഒക്കെ ഉള്ളതൊക്കെ ആയിട്ട് കോമഡിയിലായിരുന്നു കൂടുതൽ. അങ്ങനെ അത് കഴിഞ്ഞ് സിനിമയിലേക്ക് കുറച്ച് സിനിമ കൂടിയപ്പോൾ ഈ സീരിയലങ്ങ് മാറിപ്പോയി. അത് എണ്ണം തേച്ച് കുറേ ഇങ്ങനെ വന്ന് അതൊക്കെ കോമഡിയാ സീരിയൽ. അതിനിടയ്ക്കൊരു 8-10 സിനിമ 8-9 സിനിമയൊക്കെയപ്പോൾ മമ്മൂക്കയുടെ കൂടെ ഒരു സിനിമ കിട്ടി. അത് മമ്മൂക്ക ആൻഡ് ഹോസ്പിറ്റലിനൊക്കെ ആലോചിച്ച് പറക്കി വിളിച്ച ഒരു പടം, കയ്യൊപ്പം എന്ന് പറഞ്ഞിട്ടൊരു പടം. കയ്യൊപ്പ്. ആ പടത്തിനകത്ത് ശരിക്കും പറയാം എൻ്റെ ഒരു സീരിയസ് കഥാപാത്രം അത് കയ്യൊപ്പിലെ. അതൊരു നല്ല അത് അന്നങ്ങനെ ചെയ്തിട്ട് പിന്നെ എന്നെ അതിന് വിളിച്ചിട്ടില്ല ആരും. എന്നെ ആരും വിളിക്കണ്ടേ, എൻ്റെ വാപ്പാക്കോ ചേട്ടനൊന്നും സിനിമ കൊടുത്തോല്ലോ പരിപാടി. അപ്പം അങ്ങനെ അത് കണ്ടിട്ട് ആരും വിളിച്ചില്ല. ഇപ്പം പറയാറുണ്ട്, അന്ന് അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് അതിങ്ങനെ കടന്ന് പിന്നെയും ഇതുപോലെയുള്ള പടത്തിലേക്ക് എന്ന് ചാടി, അങ്ങനെ എല്ലാവരെയും ഗ്യാങ്ങിലൊക്കെ ചാടി അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറഞ്ഞൊരു പടം കിട്ടി, ഞങ്ങളുടെ പോത്തൻ സാറിൻ്റെ. ആ പടത്തിനകത്ത് ഞാൻ വലിയ കുഴപ്പമില്ല, പടവും നന്നായിട്ട് ഓടി. എനിക്ക് കുറച്ച് അന്വേഷണങ്ങളൊക്കെ ഫോണിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് 3-4 പടത്തിൻ്റെ ഒക്കെ വിളി വരുമ്പം ഒരു വല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്ന എൻ്റെ ഒരു പ്രിയ സുഹൃത്തിൻ്റെ മരണം സംഭവിച്ചു, കലാഭവൻ മണി. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു 1.5 കൊല്ലം ഞാൻ ഞാൻ സിനിമയൊക്കെ നിർത്തി. ഞാൻ വേറെ ഇൻ്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് നമ്മൾ ഇത് വെച്ച് നീട്ടണ്ട. അപ്പം അങ്ങനെ സിനിമ സ്വർണ്ണക്കടുവ, പിന്നെ നമ്മുടെ സ്വർണ്ണക്കടുവ എന്ന് പറയുന്ന സിനിമ ഉണ്ട് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത ലൊക്കേഷൻ നടന്നത്. അത് വിളിച്ചിട്ട് ഞാൻ ഇല്ല എന്ന് പറയാൻ പറഞ്ഞു വിട്ടു. ഇല്ല, സിനിമ വിട്ടല്ലോ, സിനിമയിലേക്ക് ഇനി പോണില്ല. അങ്ങനെയൊക്കെയുള്ള സംഭവമായി. ഫോൺ ബെല്ലടിക്കണ കേൾക്കാൻ പാടില്ല, TV ഓണാക്കൂല, കുറച്ച് താടിയും വെച്ച് എന്തൊക്കെ അങ്ങനെയൊക്കെ. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും നമ്മുടെ മമ്മൂക്കയുടെ ഒരു പടം വന്നു, കാഞ്ഞാറ് തൊടുപുഴ. അവിടെ ഞാനതെല്ലാം എൻ്റെ മനസ്സിൽ നിന്നെല്ലാം കളഞ്ഞിട്ട് ജോണി ആൻഡി സാറാണ് എൻ്റെ ഡയറക്ടർ, തോപ്പിൽ ജോപ്പൻ. അതിൻ്റെ ലൊക്കേഷനിൽ ചെന്നിട്ട് ഞാൻ മേക്കപ്പൊക്കെ ഇട്ടിരുന്നിട്ട് അവരോട് പറയാതെ ഞാൻ വീട്ടിൽ പോയി. ബാദുഷായിരുന്നു എൻ്റെ കൺട്രോളർ. മൊത്തത്തിലും കൂടെ ഇതായി.
അങ്ങനെ ഇത് വിട്ടേക്കാം. ഞാൻ ഇപ്പോൾ ഇലക്ട്രോണിക്സ് മൊത്തം പഠിച്ച ഇലക്ട്രോണിക്സ്, ഇലക്ട്രീഷ്യൻ, പ്ലംബർ, വൈൻഡറൊക്കെയാണ്. മോട്ടറൊക്കെ വൈൻഡ് ചെയ്യുന്ന പരിപാടിയാണ്. എൻ്റെ കടയൊക്കെ ഇട്ട ചാൻസ് ലഭിക്കും. അതിലേക്കൊക്കെ തിരിയാൻ ഇനി പോകുന്നില്ല. ചുമ്മാ ആവശ്യമില്ലാത്ത കേസ്, അറിയാത്തൊരു കേസിനൊക്കെ എന്ന് വേണ്ടേ വല്ലാതെ ആയിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പം ഞാനിപ്പോൾ ദൈവത്തിന് തുല്യം കാണുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നാദർഷേക്കായ തന്നെ കട്ടപ്പനയുടെ ഋത്തിക് റോഷൻ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ സാധനം തന്നെ ഒന്നുകൂടി റിപ്പീറ്റ് കേട്ടോ. ഋത്തിക് റോഷനിലാണ് പിന്നെ ഞാൻ ഈ 1.5 കൊല്ലം കൂടി ഞാൻ വരുന്നത്. ഇപ്പം വിഷുവിനെ ചൂണ്ടി പറയുന്നുണ്ട്, നിങ്ങളുടെ കട്ടപ്പന ഋത്തിക് റോഷൻ. അപ്പം 3 പേരിൽ എൻ്റെ നേരെ ഞാൻ പറഞ്ഞില്ലേ, പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഇരിക്കുന്ന സമയം വരെ എനിക്ക് ഇരിക്കപ്പുറത്തില്ലാത്ത വർക്കാവാനുള്ള കാര്യം പറയാം. അടിപൊളി, അങ്ങനെ തന്നെ പോട്ടെ. അങ്ങനെയാണ്. അപ്പം അതാണ് എനിക്ക് ഈ മഹേഷിൻ്റെ പ്രചാരം കഴിഞ്ഞിട്ടാ വന്നതും. അപ്പം 2 പടവും ഒരു നാഴികക്കല്ലായിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ ഡോഗ് ഷംസു വേറെയാണ്. അത് ഇടയ്ക്ക് വന്നു പോയി. അതും ഒരു കോമഡി സെറ്റപ്പിലൊക്കെ പോയെങ്കിൽ അത് വലിയ ഹൈപ്പ് കിട്ടിയ ഒരു സംഭവമാണ് ബിഗ് ബി സിനിമ. അതെ അതെ അതെ. ഈ കോമഡിയും അതുപോലെ തന്നെ സീരിയസ് റോളും വളരെ അനായാസം പ്രേക്ഷകരുടെ ഇഷ്ടത്തോട് കൂടിയിട്ട് ചെയ്ത് വെക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് അജുചേട്ടനും. സ്റ്റാർട്ടിങ് ഫ്രം 2012 മലർവാടി, അതിനുശേഷം നമ്മൾ കുഞ്ഞിരാമായണം കണ്ടു, വടക്കൻ സെൽഫി കണ്ടു, ഫീനിക്സ്, പിന്നെ ഞാൻ അതെ അതെ കേരള ക്രൈം ഫയൽസ്, എല്ലായിടത്തും അങ്ങനെ എക്സ്ട്രീംസിൽ നിൽക്കുന്ന റോൾസ് ആണ്. അപ്പൊ ഇത്രയും വർഷമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ഒരു ഫീൽഡിൽ നിൽക്കുക, അതിനകത്ത് തന്നെ പല പല വെറൈറ്റീസ് ഓഫ് റോള് ചെയ്യുക, അതിൽ നിന്നും പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചു പറ്റുക, അതൊരു പ്രത്യേക ഫോർമുല ആയിരിക്കും. ഓർ ഇത് ജസ്റ്റ് അങ്ങനെ അങ്ങ് ഹാപ്പൻ ചെയ്യുന്നതാണോ ചേട്ടാ? പ്യുവർലി ലക്ക്. സൂപ്പർ. നമുക്ക് ഒരിക്കലും ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ജാഫ്രിക്ക പറഞ്ഞ പോലെ നമുക്ക് തീരുമാനിക്കാമെങ്കിൽ നമുക്ക് എളുപ്പമല്ലേ. നമുക്ക് നല്ല ഒരു 2 കോമഡി കഴിഞ്ഞാൽ ഒരു സീരിയസ് 2 കഴിയുമ്പോൾ വീണ്ടും നല്ലൊരു കോമഡി, പിന്നെ ഒരു എൻ്റർടൈൻ, വേറെ ജോൺ. ഇല്ല, ഒരിക്കലും പറ്റില്ല. ചില സമയത്ത് ഒക്കെ പറഞ്ഞ പോലെ ഇങ്ങോട്ട് വരും, ചിലപ്പോൾ നിൽക്കും, ചിലപ്പോൾ ഒന്നും അറിയാത്ത പ്രശ്നങ്ങളിൽ പോയി വീഴും. ഇത് എല്ലാവരുടെയും ലൈഫിൽ ഇപ്പോൾ സിനിമയിലായതുകൊണ്ട് നമുക്കിത് ഒരു സിനിമയായിട്ട് പ്രേക്ഷകരുടെ മുന്നിൽ വന്ന് കാണിക്കാൻ പറ്റും. അല്ലാതെ ജോലി ചെയ്യുന്നവർക്ക് അല്ലാത്ത ബുദ്ധിമുട്ടുകളുണ്ടാവും. സോ ഭയങ്കര അൺപ്ലാൻഡ് ആയിട്ടുള്ളതാണ്. പ്ലാൻ ചെയ്തപ്പോഴാണ് പലപ്പോഴും നന്നാവാതിരുന്നിട്ടുള്ളതായിരിക്കും. സോ അതിനെ എൻ്റെ ഒഴുക്കിൽ വിടുക. നമ്മൾക്ക് ആ പ്രോസസ്സ് എൻജോയ് ചെയ്യുന്നതിലോട്ട് മാറി. റിസൾട്ടിനെ ഞാൻ അധികം എംബ്രേസ് ചെയ്യാറില്ല പണ്ടും. റിസൾട്ട് ബോധേർഡും ആവാറുമില്ല ആക്ച്വലി. അതുകൊണ്ട് തന്നെ പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ എന്നെ അങ്ങനെ തളർത്തി ഭയങ്കര ഒരു സ്റ്റേറ്റ് ഓഫ് ഡിപ്രഷനിലോട്ട് ഞാൻ പോകാറില്ല. ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ പോകും, അത് വേറെ കാര്യം. എനിക്ക് എൻ്റെ മൂഡ് സ്വിങ്സ് ഒക്കെ വരും. ഫുഡിനേക്കാളും ഭക്ഷണം ഇസ് വെരി റിലേറ്റഡ് ടു മൈ മൂഡ്. ബേസിക് കംഫേർട്ട്സ്. ഞാൻ പുക വലിച്ചിരുന്ന സമയത്ത് സിഗരറ്റ് മസ്റ്റായിരുന്നു. അപ്പോൾ അതൊക്കെ എന്നെ ബാധിച്ചിരുന്നു. പക്ഷെ അല്ലാത്ത റിസൾട്ട്സ് നമ്മൾ ചെയ്യുന്ന ജോലി, പക്ഷെ ആ ജോലി ചെയ്യുന്ന പ്രോസസ്സ് ഞാൻ ആസ്വദിക്കാറുണ്ട്. ഈ ആക്ഷൻ്റെയും കട്ടിൻ്റെ ഇടയ്ക്കോ അല്ലെങ്കിൽ അതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റിൽ നമ്മൾ സുഹൃത്തുക്കളുണ്ട്, അവരോടൊപ്പമുള്ള മൊമെൻറ്റ്സ്, അതൊക്കെ ഞാൻ കുറച്ചും കൂടി കൂടുതൽ വാല്യൂ കൊടുക്കുന്നത്. ഇപ്പം ഫുഡുമായിട്ട് മൂഡ് ഭയങ്കര റിലേറ്റഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ചില ആൾക്കാർ ഭയങ്കരമായിട്ട് സങ്കടം വരുമ്പോൾ ഒരുപാട് ഫുഡ് കഴിക്കും. അത് ചേട്ടൻ അങ്ങനെയാണോ? സങ്കടം വരുന്ന ഫേസ് ഞാൻ അധികം അതിനെ ഡീവിയേറ്റ് ചെയ്ത് അങ്ങനെ ഇത് ചെയ്യാറില്ല. എനിക്ക് അല്ലാതെ തന്നെ വിഷമം വരും. എന്താ ചേട്ടൻ്റെ ഏറ്റവും കംഫർട്ട് ഫുഡ് എന്താണ്? എനിക്ക് അങ്ങനെ നമ്മളുടെ നാടൻ ചോറ്, മോരുകറി, ചെറുപയർ, മീൻ. അറ്റ് ദ സെയിം ടൈം പൊറോട്ടയുടെ വലിയ ഫാനല്ല. അല്ല, ബീഫ് ഭയങ്കര ഇഷ്ടമാണ് ആണ്. പക്ഷെ ഇതൊക്കെ ആരോഗ്യത്തിന് നല്ലതല്ല കേട്ടോ അധികം. അങ്ങനെ നോക്കണേ നമ്മുടെ ഒരു ഗിൽറ്റി പ്ലഷർ അല്ലേ ഇതൊക്കെ. നോക്കണം. അത് ചേട്ടൻ അങ്ങനെ ഒരു പ്ലാൻ ഒക്കെ എപ്പോഴും ഒന്ന് ഡയറ്റ് ഒക്കെ നോക്കി 6 പാക്ക് ഒക്കെ വരുത്തി അങ്ങനെ എപ്പോഴും ഉണ്ട്. നടക്കാറില്ല. 6 പാക്ക് എന്നല്ല, ഹെൽത്തി ആയിട്ട് ഒന്ന് സ്ലിം ആയിട്ടൊക്കെ ഇരിക്കണം എന്ന് തോന്നാറുണ്ട്. ഈ തട്ടത്തിലെ ഫോട്ടോസ് ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അയച്ചു തരും. അപ്പം എനിക്ക് ആ വേഷം ഭയങ്കര അന്നും ഭയങ്കര എന്താ പറയാ, ചോക്ലേറ്റ് ബോയ്. എനിക്കത് ഭയങ്കര ക്യൂട്ട് എന്ന് പറയുന്നതിനോട് വലിയ താല്പര്യമില്ല. എനിക്ക് ചിന്താരയൊക്കെ ഉള്ളതാണ് ഇഷ്ടം. അത് ശരി. അപ്പം അന്നും പക്ഷെ ഇന്നിപ്പോൾ അത് കാണുമ്പം അത് കൈ വിട്ട് കളയണ്ടായിരുന്നു എന്ന് തോന്നി.
അത് മറ്റേ അക്കരപ്പച്ച സാധനമാണ് അജു അതെ, ചേട്ടൻ. ആ. പക്ഷെ ഇപ്പോഴത്തെ അജുചേട്ടന്റെ ലുക്ക് കണ്ടോ നിങ്ങൾ ഗൈസ്? എന്താ ചേട്ടാ മുടിയൊക്കെ മുട്ടയടിച്ച് ഇതിന്റെ പടത്തിന് വേണ്ടി നമ്മുടെ സർവം മായയ്ക്ക് വേണ്ടി ആ 0 ട്രിം ആയിരുന്നു, കണ്ടില്ലേ ഇതിന്റെ പോസ്റ്ററിൽ. ആ ഹാ 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 അപ്പൊ അത് കഴിഞ്ഞപ്പോ ഞാൻ നോക്കിയപ്പോ അത് സുഖമായി. അത് കഴിഞ്ഞ ഒരു സിനിമ വല എന്ന് പറഞ്ഞ സിനിമ ഇപ്പൊ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് ഇതല്ല, പക്ഷെ ഇതിലോട്ടൊരു എക്സ്റ്റൻഷൻ ഉണ്ട്. ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു സൗകര്യം ഇതിപ്പോ ഇങ്ങനെ തന്നെ ലാഭമല്ലോ കണ്ടില്ലേ. എന്ന്. അതെ അതെ. ആ. പക്ഷെ ഞങ്ങൾക്ക് ആ മുടിയുള്ള അജുചേട്ടനാണ് ഇഷ്ടം. ഇത് ഒരിക്കൽ ശീലിച്ചാൽ ഭയങ്കര സുഖമാവും. ആ മുടി വളർത്താ അജുചേട്ടാ. അല്ല നമ്മള് 10 വയസ്സ് വരെ വളർത്തിയല്ലോ. ആ അയ്യോ ഇവര് മുടി ഉണ്ടാകത്തില്ല. മുടി ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. അപ്പൊ ലുക്കിനെ പറ്റിട്ട് നമ്മൾ പറഞ്ഞു വരുമ്പം അമോസ് അലക്സാണ്ടറിന്റെ താടിക്ക് ഒരു വല്ലാത്ത നീട്ടമാണല്ലോ ജാഫറിക്ക. അത് കുറച്ച് എക്സ്റ്റൻഷനാണ്. ഇതുവരെ കാണാത്തൊരു ജാഫർ. നരസിംഹസ്വാമിയുടെ പരിപാടിയാണ്. എന്ത് നരസിംഹസ്വാമി മേക്കപ്പ്. ആ മേക്കപ്പ് ആർട്ടിസ്റ്റ്. മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ പേര് നരസിംഹസ്വാമി. ഓക്കെ. എനിക്ക് ഓൾറെഡി താടി ഉണ്ട്, നിറച്ച് താടിയുള്ള ആളാണ്. അത് എത്ര വരെ ഒറിജിനൽ ഉണ്ട് അതിന്റെ അകത്ത്? അത് ഇതിലും ഈ ഇപ്പൊ ഈ കാണുന്നേക്കാളും ഒക്കെ കൂടുതൽ താടി വെച്ച സിനിമയുണ്ട്, ഒറിജിനൽ താടി. അത് ശരി. പിന്നെ ഇറങ്ങിയില്ല ഒരുമ്പട്ടവൻ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പം അതിനകത്തിന്റെ ഫുൾ താടി സ്റ്റൈലിംഗ് ആണ് സ്വാമിയുടെ കോൺട്രിബ്യൂഷൻ. ഇതിനകത്ത് ഈ അപ്പാച്ചിയൊക്കെ വെട്ടി ഇങ്ങനെയൊക്കെ കാണിച്ചു വെച്ച്. ആ മുടിയുടെ പിന്നെ അന്ന് എനിക്ക് താടി ഇച്ചിരി കുറവായിരുന്നു, വേറൊരു സിനിമയിൽ നിൽക്കുമ്പോഴായി ഈ താടിയായിട്ട് തന്നെ. അതേന്നത് ഇവിടുത്തെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്, പണ്ടത്തെ പോലെ പശയൊന്നും അല്ലാതെ. അയാൾ എവിടെയോ ചെന്ന് പഠിച്ചു വന്ന് ലാൽ സാറിന് ഏതൊരു പടത്തില് ചെന്ന് ഇയാള് അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം എന്നോട് പറഞ്ഞായിരുന്നു. പശയില്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ലാലേട്ടൻ അവനോട് ചോദിച്ചെന്ന്. അപ്പൊ ഒരു 3-4-5 മുത്ത് ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് നടക്കണം. നമ്മൾ ഒരു മാസം പടത്തിലുണ്ടെങ്കിൽ ഇച്ചിരി ഇറിറ്റേഷനൊക്കെ ഉണ്ട്. ആ എക്സ്റ്റൻഷൻ മുടിയിൽ ചെയ്യുന്ന പോലെ താടിയില് കളിപ്പിച്ചിടും. ഇടയ്ക്ക് നമുക്ക് വേദന വരും, കുളിക്കുമ്പോഴൊന്നും ഊരി വയ്ക്കാൻ പറ്റിയല്ല. അങ്ങനെ ഒന്നും ഇതുവരെ ജാഫർക്ക് ഇങ്ങനത്തെ ഒരു അറ്റയറില് ഒരു സ്റ്റൈലില് നമ്മൾ കണ്ടിട്ടില്ല. ഇത് ഭയങ്കര സ്റ്റൈലായിട്ടുണ്ട്. അതിപ്പോ എന്താ അറിയോ, പോസ്റ്ററിൽ അങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന പടം കാണുമ്പോൾ മനസ്സിലാവും. ആളിച്ച് സീനാണ് അല്ലേ? വളരെ സീനാണ്, വളരെ യാവറെ പിടിച്ചോണ്ടിരിക്കും. ചെറ്റയാണ്. അതിന് ഒന്നും അറിയാൻ പറ്റാതെ ഒരാൾ അങ്ങോട്ട് പോയിട്ടൊരു പിന്നെ ഇച്ചിരി ബഹുമാനക്കുറവ് തോന്നിയെങ്കിലും പടം കാണുമ്പോ ഈ പറച്ചിൽ വരും. അത് അമോസിനെയാണ് വിളിച്ചത് അല്ലേ? ഒരിക്കലും നേരത്തെ അല്ല. മൊത്തം പടം കാണുമ്പോ നമുക്കറിയാം, മൊത്തം പടം കാണുമ്പോഴത്തേക്കും നമുക്കറിയാം. അപ്പൊ അത് നമ്മളിപ്പോ ഈ കാണാൻ പോകുന്ന ഒക്കെ വിളിച്ചു പറഞ്ഞ് സസ്പെൻസ് നമുക്ക് കളയണ്ട. ഓക്കെ. അപ്പൊ വിത്ത് ദാറ്റ് നോട്ട് അമോസ് അലക്സാണ്ടർ നിങ്ങളുടെ ഏറ്റവും അടുത്ത തിയേറ്റേഴ്സിലേക്ക് വരുന്നതായിരിക്കും. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുക. അപ്പം നിങ്ങൾക്ക് 4 പേർക്കും താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. താങ്ക്സ്. ഓക്കെ. താങ്ക് യു.